2-3 കാര്യങ്ങൾ വളരെ കൃത്യമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചിട്ടുണ്ട്. അഭിമന്യ പുണ്യശ്ലോകനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് സുന്ത്രോണീസോ ശുശ്രൂഷ അദ്ദേഹം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ മാത്യൂസ് പ്രഥമൻ ബാവായുടെ സെക്രട്ടറി ആയിരുന്ന ജോർജ് ഘോഷി അച്ഛനും വൈദിക സെമിനാരിയിൽ സോഫിയ സെന്ററിൽ താമസിച്ചുകൊണ്ട് പൗരസ്ത്യ സഭകളുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾക്കു വേണ്ടി സൺഡേ സ്കൂൾ പദ്ധതി, പുതിയ സൺഡേ സ്കൂൾ പദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പാഠങ്ങൾ രചിക്കുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ പല ക്ലാസ്സുകളിലെയും പാഠങ്ങൾക്ക് പൊതുവായും സവിശേഷമായും തലക്കെട്ടുകൾ ഒക്കെ രൂപീകരിക്കുന്നതും സംബന്ധിച്ച് ഗ്രിഗോറിയോസ് തിരുമേനി എന്നെ നിയോഗിക്കുകയും ഞാൻ അങ്ങനെ സെമിനാരിയോട് ചേർന്ന് സോഫിയ സെൻ്ററിൽ താമസിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ സുന്ത്രോണീസ് ശുശ്രൂഷയിൽ ഞാനും അച്ഛനും ട്രെയിനിൽ യാത്ര ചെയ്ത് സഞ്ചരിച്ചത് ഇപ്പോഴും വളരെ പച്ചയായി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു. സുന്ത്രോണീസോ ശുശ്രൂഷ വളരെ ഗംഭീരമായി നടന്നതും അവിടെ അദ്ദേഹം സുന്ത്രോണീസോ സ്വീകരണം ലഭിച്ചത്, സുന്ത്രോണീസോ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്ത പ്രഭാഷണം അത് സെമിനാരിയിൽ തന്നെ തയ്യാറാക്കി അതവിടെ അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു. തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ അത് ടൈപ്പ് ചെയ്യുന്ന ആളിനോടൊപ്പം ഇരുന്ന് അതിൻ്റെ പ്രൂഫ് നോക്കിയതുവരെ എൻ്റെ മനസ്സിൽ വളരെ പച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ആദ്യത്തെ ഭദ്രാസന സെക്രട്ടറിയായ TM ജോർജ് അച്ഛൻ അങ്ങനെ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഇടക്കാലത്ത്, സുന്ത്രോണീസോ ശുശ്രൂഷയ്ക്ക് മുമ്പും എന്ന് വേണമെങ്കിൽ പറയണം, അദ്ദേഹം നിയോഗിതനായ ശേഷം സുന്ത്രോണീസോ ശുശ്രൂഷയ്ക്ക് മുമ്പ് മുതൽ TM ജോർജ് അച്ഛൻ ശുശ്രൂഷ ഏൽക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ എന്നെ ഡൽഹി ഡയോസിസിൻ്റെ ആക്ടിംഗ് സെക്രട്ടറിയായി എന്നെ നിയമിക്കുകയുണ്ടായി. അത് നിങ്ങളിൽ പലർക്കും അറിയാം എന്ന് തോന്നുന്നില്ല, അറിയണമെന്ന് നിർബന്ധവുമില്ല. സെമിനാരിയിൽ ഇരുന്നു കൊണ്ട് സോഫിയ സെൻ്ററിൽ താമസിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ സൺഡേ സ്കൂൾ കരിക്കുലം തയ്യാറാക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കവേ ഈ ശുശ്രൂഷയും കൂടെ തിരുമേനിക്ക് വേണ്ടി നിർവഹിക്കുവാനിടയായി. തിരുമേനി പലപ്പോഴും യാത്രയിലാണ്. ഡൽഹിയിൽ വളരെ കുറച്ച് മാത്രമേ താമസിക്കാൻ അദ്ദേഹത്തിന് അന്ന് കഴിയുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് തിരക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസുമായും ലോകത്തിൽ മുഴുവനായുള്ള ക്രൈസ്തവ സഭകളുടെ സംഗമങ്ങളും അതുപോലെ തന്നെ ചർച്ചകളിലും സംബന്ധിക്കുന്നത് അന്ന് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹവുമായി വിദേശത്തിലായിരിക്കുന്ന സന്ദർഭങ്ങളിലും സെമിനാരിയിലായിരിക്കലും നാട്ടിലായിരിക്കുമ്പോഴും പള്ളികളുടെ ആവശ്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ അങ്ങനെ അദ്ദേഹത്തെ അത് അറിയിക്കുകയും അത് പരിഹരിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നതിലും
അന്ന് ഓഫീസ് പഴയ സെമിനാരിയിൽ തന്നെയായിരുന്നു, ഓർത്തഡോക്സ് സെമിനാരിയുടെ ഓഫീസ് തന്നെയായിരുന്നു. ആ കാര്യവും കൂടെ പ്രായോഗികമായി നിർവഹിച്ചു വന്നത്. അതിലൊരു സഹായിയായി എന്നേ പറയാനുള്ളൂ. പക്ഷെ അദ്ദേഹം ആ ഒരു വിടവ് നികത്തുന്ന കാലഘട്ടത്തിൽ ആക്ടിംഗ് സെക്രട്ടറി എന്ന പേര് കൊടുത്തു. ഞാനൊരു സഹായിയായി ശുശ്രൂഷ അനുഷ്ഠിച്ചത് ഞാനിപ്പോഴും വളരെ ഒരു വലിയ ബഹുമാനം അദ്ദേഹം എനിക്ക് തന്നതുപോലെയാണ്. എന്തുകൊണ്ട് എന്നെ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിവുള്ളൂ. ഇത് അങ്ങനെ ഇരിക്കവെയാണ് രാജസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അച്ഛൻ, അവിടെ നിയോഗിതനായ അച്ഛൻ അവിടെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് പ്രയാസമായി വന്നു. രാജസ്ഥാനിൽ പ്രത്യേകിച്ചും ജയ്പൂർ, ജോധ്പൂർ, ഉദയപൂർ, കോട്ട, ഈ 4 ദേവാലയങ്ങൾ വളരെ വലിയ കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരുന്ന കാലമാണ്. ജയ്പൂരിൽ ഈ ദേവാലയം, ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ നമ്മുടേതായ ആരാധന ഇടങ്ങൾ ഉണ്ടായിരുന്നില്ല. ജയ്പൂരിൽ 2 ഞായറാഴ്ചയും ജോധ്പൂരിൽ 1 ഞായറാഴ്ചയും കോട്ടായിലും ഉദയപൂരിലും മാറി മാറി ഓരോ ഞായറാഴ്ചയും. അങ്ങനെ പഴയ സെമിനാരിയിലുള്ള എൻ്റെ വാസം കോട്ടയം ഭദ്രാസനത്തിലാണ്. ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഈവാനിയോസ് തിരുമേനി ഉള്ള കാലം, പാറേട്ട് ഈവാനിയോസ് തിരുമേനിയുള്ള കാലം അവധി എടുപ്പിച്ച് അങ്ങനെ ഞാൻ ജയ്പൂരിൽ താമസമാകുന്നു. ജയ്പൂരിൽ താമസമായിരുന്ന കാലത്ത് അവിടെയുള്ളവരുടെ പ്രധാന വാഹനം സൈക്കിളായിരുന്നു, ബൈസിക്കിൾ. ബൈസിക്കിളിൻ്റെ പുറകിലിരുന്ന് എനിക്ക് ബൈസിക്കിൾ ഓടിക്കാൻ അന്ന് അറിയാമായിരുന്നില്ല. ഒരു വാഹനവും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല, സൈക്കിൾ ഉൾപ്പെടെ. അന്നും മെത്രാപ്പോലീത്ത ആകുന്ന സന്ദർഭത്തിലും അതിനുശേഷവും അറിയില്ല. ഞാനൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എവിടെയൊക്കെ വൈദിക ശുശ്രൂഷ നാട്ടിലുണ്ടോ അവിടെയെല്ലാം ഭവന സന്ദർശനം കാൽനടയായിട്ടേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആരോഗ്യമാണ് ഇപ്പം എനിക്ക് ഉള്ളതെന്ന് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ജയ്പൂരിൽ 2 തവണ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഈ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് ചുണക്കുട്ടികളായ ഒരുപാട് സ്നേഹിതന്മാർ അവിടെ മുഴുവനും എല്ലാ ഭവനങ്ങളും സന്ദർശിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. 3-4 പേർ ഒന്നിച്ച് ഒരു ജയ്പൂരിലുള്ള ഒരു വാടക വീട്ടിൽ അവരോടൊന്നിച്ച് അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഉണ്ടും ഉറങ്ങിയും ഒരു 6-7 മാസം ശുശ്രൂഷ ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. ആ സന്ദർഭങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന വേറൊരു കാര്യം, ഫരീദാബാദിൽ ഒരല്പം പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്രിഗോറിയോസ് തിരുമേനി എന്നോട് ആവശ്യപ്പെട്ടു, ഫരീദാബാദിൽ പോയി അവിടെയുള്ള ആളുകളെ സന്ദർശിച്ച് അവരുടെ പ്രശ്നം പഠിച്ച് ഒരു റിപ്പോർട്ട് തരണം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ അവിടെ പോയി. വലിയ വിദ്വാന്മാരാണ് എൻ്റെ ഒറ്റ നോട്ടത്തിൽ. അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും നിൽക്കുന്നവർ മോശക്കാരൊന്നുമല്ല. ഞാനാണെങ്കിൽ 74-ൽ വൈദികനായി, നന്നേ ചെറുപ്പത്തിൽ താരതമ്യേന. ഈ കാര്യങ്ങളൊന്നും വലിയ വിവരമൊന്നുമില്ല. എന്നാൽ സാമാന്യ ബുദ്ധി അത്ര മോശമൊന്നുമല്ലെന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ഇംഗ്ലീഷിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ.
അദ്ദേഹത്തോട് ഞാൻ രേഖാമൂലം തന്നെ പറഞ്ഞു, there is no much, ഏതാണ്ട് ഇങ്ങനെയാണ്, much benefit in delving deep into the problem, but reconciliation is what all needed എന്ന് പറഞ്ഞത് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. അത് അദ്ദേഹത്തെ ആഴമായി സ്പർശിച്ചു. പിന്നീട് അദ്ദേഹവും ഞാനും കൂടെ ആ ദേവാലയം സന്ദർശിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അതങ്ങനെ ഒരു പരുവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ആളുകളുടെ പിണക്കങ്ങളല്ലേ, അതിന് ആഴമൊന്നുമില്ല. ഒരല്പം പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റുകളെ സാധാരണ അടിസ്ഥാനപരമായി ഉള്ളൂ. അതിലെന്താ ആഴമായി പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല, സമയം പാഴായി പോകാവുന്നേ ഉള്ളൂ. അങ്ങനെ ക്രമേണയായി അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അന്നല്ല, അതിനുശേഷമായി കുറേശ്ശെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ ശക്തമായി ഇപ്പോഴും ഓർക്കുന്നു. ജയപ്പൂരിലും ജോധ്പൂരിലും അങ്ങനെ 3 ഞായറാഴ്ചകൾ ക്രമമായി ഞാൻ നടത്തിയിട്ടുണ്ട്. ക്രമമായി ഈ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഉദയപൂരിൽ 1-2 തവണ പോയി. മാർത്തോമ സഭയുമായി ചേർന്നാണ് അന്ന് എന്ന് പറയണം, ഇടവകയെന്നും വേണമെങ്കിൽ പറയാമായിരിക്കാം. കോട്ടായിലും 1 പ്രാവശ്യം മാത്രമേ പോകാൻ ആയുള്ളൂ. അത്രേ കാലഘട്ടമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഐ വാസ് ദ വികാർ not only of Jaipur and Jodhpur, Udaipur and Kota, but the whole of Rajasthan. അങ്ങനെ രാജസ്ഥാൻ മുഴുവനും ഒരൊറ്റ വൈദിക ശുശ്രൂഷകനായി വൈദികനായി സേവനമനുഷ്ഠിച്ച ഒരു കാലഘട്ടം. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാലഘട്ടം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുവാൻ എനിക്ക് കഴിഞ്ഞു. അജ്മീർ, ഭരത്പൂർ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അവിടെയൊക്കെ സ്കാറ്റേഡായിട്ട് നഴ്സിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിപ്പിക്കുന്ന ആളുകൾ, അവരുമൊത്ത് കൊച്ചു കൊച്ചു സംഗമങ്ങൾ, ഇതെല്ലാം നടത്തുന്നതിനുള്ള അവസരം ദൈവം തന്നത് ഒരു വലിയ അനുഭവമായി ഞാൻ ഓർക്കുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും അതിനു മുമ്പും ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും ഞാൻ ഹിന്ദി പ്രത്യേകമായി പഠിച്ച ആളാണ്. ഹിന്ദി ഭൂഷൺ കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് ഒരു തമാശയ്ക്ക് അല്ല, ഒരു താല്പര്യത്തിന് വെറുതെ പഠിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. പക്ഷെ സംസാരിക്കാൻ അറിയാൻ പാടില്ല. രാജസ്ഥാനിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച കാലത്ത് ഞാൻ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചു. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ എപ്പോൾ പോയാലും ഹിന്ദി ആത്താഹേ ചൽത്താഹേ. അങ്ങനെ ഞാൻ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചത് ആ കാലഘട്ടത്തിലാണെന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കും. ശുശ്രൂഷ വലിയ കേമമായിരുന്നു എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ഞാൻ ഡൽഹി ഡയസിന് വേണ്ടി ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയിൽ അതങ്ങനെ നടന്നുപോയി. തിരുമേനിയെ കുറേയേറെ ഇക്കാര്യത്തിൽ ഓഫീസ് സംവിധാനത്തിൽ സഹായിക്കാൻ സാധിച്ചു. രാജസ്ഥാനിൽ പോയ കാലത്തും അതങ്ങനെ കുറച്ചു കാലം തുടർന്നു. പിന്നീടാണ് 1976 തന്നെ TM ജോർജ് അച്ഛൻ ചെന്നൈയിൽ നിന്ന് പ്രത്യേകം അദ്ദേഹത്തെ ഡൽഹി ഡയസിസിലേക്ക് കൊണ്ടുവന്ന് ഹോസ്കാസ് പള്ളിയിൽ വെച്ച് ആദ്യത്തെ ഭദ്രാസന സെക്രട്ടറി തിരഞ്ഞെടുപ്പ് നടത്തിയതും അതിൽ ഞാൻ സംബന്ധിച്ചതും ഓർക്കുന്നു. അവിടെ വെച്ച് TM ജോർജ് അച്ഛനെ ആദ്യത്തെ ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് നിയോഗിക്കുകയുണ്ടായി. TM ജോർജ് അച്ഛൻ്റെ ഭവനം, കുടുംബം, കുഞ്ഞുങ്ങൾ അവരെല്ലാം ചെന്നൈയിലായിരുന്നു.
അതുകൊണ്ട് അധികകാലം അദ്ദേഹത്തിന് അവിടെ ശുശ്രൂഷ അനുഷ്ഠിക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഉള്ളവർക്ക് നന്നായി അറിയാവുന്നതാണ്. ഹോസ്കാസ് പള്ളിയിലെ വികാരി എന്ന നിലയിൽ അതുകൂടാതെയാണ് ഈ ഡയസിഷൻ സെക്രട്ടറി എന്നുള്ള ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചത്. അധികം താമസിയാതെ ഞാൻ സെമിനാരിയിലേക്ക് തിരികെ പോരുകയുണ്ടായി എന്നുള്ളതും ഈ അവസരം ഓർക്കുന്നു. എൻ്റെ അനുഭവം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നതും നിങ്ങളുടെ ബിസി ഷെഡ്യൂളിന് ശരിയല്ല. എങ്കിലും അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും യഥാർത്ഥത്തിൽ പറയാനില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സ്നേഹിതരെ, ഒരു കാര്യവും കൂടെ ഇന്ന് പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, തിരുമേനി ഡൽഹി ഭദ്രാസനം എന്ന് പൊതുവെ പറയുമെങ്കിലും തിരുമേനി അന്ന് ഡൽഹി ഡയസിന് മൊത്തം കൊടുത്ത പേര് ദ ഡയസിസ് ഓഫ് ഡൽഹി ആൻഡ് നോർത്ത് എന്നായിരുന്നു. ഔദ്യോഗികമായി അദ്ദേഹം അങ്ങനെയാണ് എഴുതാറുണ്ടായിരുന്നത്. ലെറ്റർ പാഡിലും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇന്നങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നെനിക്ക് തോന്നുന്നു. അതും കൂടെ എൻ്റെ മനസ്സിൽ വച്ചിച്ച് നിൽക്കുന്നു. ഈ അവസരം എനിക്ക് നിങ്ങളോടൊത്തു കൂടുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഡൽഹി ഡയോസിസിൻ്റെ കനക ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ വെച്ച് കൂടുന്നതിന് നിങ്ങൾ പദ്ധതിയിട്ടതിൽ ശ്ലാഘിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്നെയും കൂടെ ഉൾപ്പെടുത്താൻ ആയല്ലോ എന്നോർത്ത് എനിക്ക് നിങ്ങളോടുള്ള സന്തോഷം, നന്ദി വളരെ അധികമാണെന്നും ഈ അവസരം പ്രത്യേകം എടുത്തു പറയുന്നു. ഹോസ്കാസ് പള്ളിയിൽ അതിനുശേഷം മെത്രാപ്പൊലീത്ത ആകുന്നതിന് മുമ്പും അതിനുശേഷവും പല ശുശ്രൂഷകളിൽ സംബന്ധിക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ വളരെ അന്തസ്സുള്ള ദേവാലയമാണ് ഹോസ്കാസ് എന്നുള്ളത് ഞാൻ പറയാതെ നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ ആ കാര്യങ്ങൾ ഏറെ സംസാരിക്കുന്നുണ്ട്, ഓർക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും എനിക്ക് നന്നായി അറിയാം. ദൈവം തമ്പുരാൻ 75 വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭം ആ ഇടവകയെയും ഇടവക അക്കാലത്തും ഉള്ള സ്കൂൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹകരമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ സവിനയം ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ ഇന്ന് മെത്രാപ്പൊലീത്തയായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിമത്രിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ കൂടുതൽ ശുഷ്കാന്തിയോടെ, കൂടുതൽ സമർപ്പണത്തോടെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ അദ്ദേഹത്തെ കടാക്ഷിക്കട്ടെ, തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഹോസ്കാസ് പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ടും ഡൽഹി ഡയോസിസിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.